നമസ്കാരം, NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ബൈജു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. കേബിൾ TV മേഖലയെ തകർക്കുന്ന KCB നിലപാടിനെതിരെ ശക്തമായ സമരങ്ങൾക്ക് COA സംസ്ഥാന കമ്മിറ്റി തീരുമാനം. ജനുവരി 31 കരിദിനമായി ആചരിക്കാനും ജില്ലകൾ കേന്ദ്രീകരിച്ച് KCB ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്താനും COA തീരുമാനിച്ചു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തോടനുബന്ധിച്ച് വിവിധയിടങ്ങളിൽ അനുസ്മരണ പരിപാടികൾ ഒരുക്കി കോൺഗ്രസ് പ്രവർത്തകർ. എച്ചിപ്പാറ പള്ളിക്ക് സമീപം പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തി. പുലി പിടിച്ചതാണെന്ന് നാട്ടുകാർ, സ്ഥിരീകരിക്കാതെ വനം വകുപ്പ്. വൈദ്യശാലപ്പടിയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. ജില്ലാ എക്സൈസ് ആന്റി നർക്കോട്ടിക്സ് സ്പെഷ്യൽ സ്ക്വാഡിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. കല്ലൂർ വീട്ടിക്കുന്ന് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്തര മഹോത്സവം ആഘോഷിച്ചു. വർണ്ണാഭമായി കാവടിയാട്ടം. വെള്ളിക്കുളങ്ങര കൊടുങ്ങ സെയിന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയുടെ നേതൃത്വത്തിൽ കൃപാഗ്നി 2024 എന്ന പേരിൽ മലയോര സായാഹ്ന ബൈബിൾ കൺവെൻഷൻ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുൻമന്ത്രി KM മാണിയുടെ 91ാമത് ജന്മദിനം കാരുണ്യ ദിനമായി ആചരിച്ച് കേരള കോൺഗ്രസ് M പ്രവർത്തകർ. വിശദമായ വാർത്തകളിലേക്ക്. കേബിൾ TV മേഖലയെ തകർക്കുന്ന KCB നിലപാടിനെതിരെ ശക്തമായ സമരങ്ങൾക്ക് COA സംസ്ഥാന കമ്മിറ്റി തീരുമാനം. ജനുവരി 31 കരിദിനമായി ആചരിക്കാനും ജില്ലകൾ കേന്ദ്രീകരിച്ച് KCB ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്താനും COA സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. കേബിൾ TV ബ്രോഡ്ബാൻഡ് ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുത പോസ്റ്റിൽ ഒന്നിൽ കൂടുതൽ കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേക വാടക ഈടാക്കാനാണ് KCB തീരുമാനം. വാടക ഇല്ലെങ്കിൽ കേബിളുകൾ അഴിച്ചുമാറ്റും എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ നടപടി കേരള വിഷൻ പോലുള്ള ചെറുകിട കേബിൾ ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്റർമാരെ തകർക്കുമെന്ന് COE ചൂണ്ടിക്കാണിക്കുന്നു. ഈ തീരുമാനം നടപ്പിലാക്കിയാൽ കേരളത്തിലെ ഭൂരിപക്ഷം വീടുകളിലും സ്ഥാപനങ്ങളിലും കേബിൾ TV ഇന്റർനെറ്റ് സർവീസ് തടസ്സപ്പെടുമെന്ന് ഉറപ്പാണ്. ഇതിന്റെ ഗുണം ലഭിക്കുക ജിയോ പോലുള്ള വൻകിട കോർപ്പറേറ്റുകൾക്കാണ്. ചില വൻകിട കോർപ്പറേറ്റ് കമ്പനികളെ സഹായിക്കുക എന്ന ലക്ഷ്യമാണ് ഉദ്യോഗസ്ഥർക്കെന്നും സംസ്ഥാന കമ്മിറ്റി വ്യക്തമാക്കി. ഇന്റർനെറ്റ് വ്യാപനം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന പോസ്റ്റുകളുടെ വാടക 100 രൂപയായി നിജപ്പെടുത്തണമെന്നുള്ള കേന്ദ്ര സർക്കാർ നിർദ്ദേശം സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അനുകൂല നിലപാടിനായി കാത്തിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ KCB സ്വീകരിക്കുന്ന നടപടികളെ സംശയത്തോടെ മാത്രമേ നിരീക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂവെന്നും COE സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു. കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ്, ജനറൽ സെക്രട്ടറി KV രാജൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ PS രജനീഷ് എന്നിവർ പങ്കെടുത്തു. കേരളത്തിലെ സംസ്ഥാന വൈദ്യുതി ബോർഡ് കുറേ കാലമായി അനാവശ്യമായി തൂങ്ങിക്കിടന്ന കേബിൾ മാറ്റണമെന്നും അല്ലെങ്കിൽ ടാഗ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷത്തോളമായി അവരുടെ നിബന്ധനകളൊക്കെ ഞങ്ങൾ ഏറെക്കുറെ അക്ഷരം പ്രതി പാലിച്ചു വരുന്നുണ്ട്. അതേസമയം ഒന്നിലധികം കേബിളുകൾ ഉപയോഗിക്കുന്നത്, അത് ഒരുമിച്ച് ടാഗ് ചെയ്ത് ഉപയോഗിക്കുന്നത് പോലും പ്രത്യേകം നിരക്കടച്ചുകൊണ്ടായിരിക്കണമെന്നാണ് KCB പറയുന്നത്. കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി നടത്തിയ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TS രാജു അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര, VK വേലുക്കുട്ടി, KJ ജോജു, ജെയിംസ് പറപ്പുള്ളി, സതി സുധീർ, ആൻസി ജോബി, ജസ്റ്റിൻ ആറ്റുപുറം എന്നിവർ സംസാരിച്ചു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് അളഗപ്പ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ചു. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഡേവിസ് അക്കര അനുസ്മരണ സന്ദേശം നൽകി. പ്രിൻസൻ തയ്യാലക്കൽ, K രാജേശ്വരി, ജൻസൺ കണ്ണത്ത്, ജയൻ കൂവക്കാടൻ, ഡേവിസ് വറീദ്, C മുരളി, TD പോൾസൺ, സനൽ മഞ്ഞളി, ജിജോ K ജോൺ, ദിനിൽ മഞ്ഞളി, ആൻഡ്രസ് കണ്ണമ്പുഴ, ഔസേബ് കൊമ്പൻ, സാബുരാജ് ചുള്ളിക്കാട്ടിൽ, രമേശ് പറത്തോടത്ത്, O വിജയൻ എന്നിവർ സന്നിഹിതരായിരുന്നു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ അളഗപ്പ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജിമ്മി മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി ആന്റണി കുറ്റുകാരൻ മുഖ്യപ്രഭാഷണം നടത്തി. INTUC മണ്ഡലം പ്രസിഡന്റ് സുന്ദരൻ വെണ്ടോർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹരൻ ബേബി, ഓസ്റ്റിൻ തെക്കുംപുറം, ജിജോ ജോൺ, സിജോ പുന്നക്കര, സന്തോഷ്, പോൾസൺ, ലോന, ഡിക്സൺ, അജോ, മനോജ്, പ്രദീപ്, ഡേവിസ് എന്നിവർ സന്നിഹിതരായിരുന്നു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണം തൃക്കൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷെന്നി ആന്റോ പാനോക്കാരൻ അധ്യക്ഷത വഹിച്ചു.
സന്ദീപ് കണിയത്ത്, ഷമീറ ഷാഹുൽ, ബാബു പൂന്തുരുത്തി തുടങ്ങിയവർ സംസാരിച്ചു. മഹാത്മാഗാന്ധിയുടെ 76ാമത് രക്തസാക്ഷിത്വ ദിനം പറപ്പൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും UDF നിയോജക മണ്ഡലം കൺവീനർ സോമൻ മൂത്രത്തിക്കര ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് M. ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. VB നാരായണൻകുട്ടി, ഫ്രാൻസിസ് മാത്യൂസ്, മേജോ, KM വിജയരാഘവൻ, വിശ്വംഭരൻ, ജ്യോതിസ് പ്രതാപൻ എന്നിവർ നേതൃത്വം നൽകി. എച്ചിപ്പാറ പള്ളിക്കു സമീപം പശുവിനെ വന്യജീവി ആക്രമിച്ച നിലയിൽ കണ്ടെത്തി. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം. പശുവിന്റെ മാംസം ഭക്ഷിച്ച ശേഷം ബാക്കിയുള്ള ഭാഗമാണ് റോഡിൽ കിടന്നത്. നാട്ടുകാരാണ് സംഭവം കണ്ടത്. പശുവിനെ പുലി പിടിച്ചതാവാം എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ വനം വകുപ്പ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. കാട്ടുപന്നിയുടെ സാന്നിധ്യവും പ്രദേശത്തുള്ളതിനാൽ പുലിയാണോ പശുവിനെ ആക്രമിച്ചതെന്ന് പറയാൻ സാധിക്കില്ലെന്ന് വനപാലകർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടം ഇറങ്ങിയതിന് പിന്നാലെയാണ് വന്യജീവി വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കുന്നതും. മണ്ണമ്പേട്ട വൈദ്യശാലപ്പടിയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. 15 സെന്റിമീറ്ററോളം ഉയരമുള്ള കഞ്ചാവ് ചെടിയാണ് കണ്ടെത്തിയത്. ജില്ലാ എക്സൈസ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. കഞ്ചാവ് ചെടിക്ക് 3 ആഴ്ചയോളം വളർച്ചയുണ്ട്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് എക്സൈസ് ഇൻസ്പെക്ടർ N. സുദർശനൻ, പ്രിവന്റീവ് ഓഫീസർ സോണി K. ദേവസി, സിവിൽ എക്സൈസ് ഓഫീസർ U. അനിൽ പ്രസാദ്, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ K. രാജു, എക്സൈസ് ഡ്രൈവർ ES. സംഗീത് എന്നിവരടങ്ങിയ സംഘമാണ് കഞ്ചാവ് ചെടി കണ്ടെടുത്തത്. കഞ്ചാവ് ചെടി കോടതിയിൽ ഹാജരാക്കി തുടർ നടപടി സ്വീകരിക്കുമെന്നും എക്സൈസ് അധികൃതർ പറഞ്ഞു. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവവും പ്രതിഷ്ഠാ ദിനവും ബുധനാഴ്ച നടത്തും. രാവിലെ 9 മുതൽ 11 വരെ ശീവേലി എഴുന്നള്ളിപ്പ് നടക്കും. എഴുന്നള്ളിപ്പിൽ തൃക്കൂർ രാജന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം ഉണ്ടായിരിക്കും. 10 മുതൽ പ്രസാദ ഊട്ട്, കാഴ്ചശീവേലിക്ക് ശേഷം 11 മണിക്ക് കാര്യസിദ്ധി പൂജ, ഉച്ചതിരിഞ്ഞ് 6:15 ദീപാരാധന, വൈകിട്ട് 6:30 മുതൽ 9:30 വരെ നടക്കുന്ന കാഴ്ചശീവേലിക്ക് കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളം, തുടർന്ന് വർഷങ്ങളായി മതിക്കുന്ന് വേല മഹോത്സവം മേളത്തിന്റെ അമരക്കാരനായ കിഴക്കൂട്ട് അനിയന്മാരാരെ ക്ഷേത്രസമിതി ആദരിക്കും. 7-ന് കുടമാറ്റം, 7:15 വേലക്കളിയും ഉണ്ടായിരിക്കും. കല്ലൂർ വീട്ടിക്കുന്ന് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രം മഹോത്സവം ആഘോഷിച്ചു. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം എന്നിവ നടത്തി. കൊക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രത്തിൽ തിടമ്പ് എഴുന്നള്ളിപ്പിന് ശേഷം ഉച്ചപൂജ ഉണ്ടായിരുന്നു. തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ നടന്ന കാവടിയാട്ടത്തിൽ പീലിക്കാവടികളും പൂക്കാവടികളും ചിന്ത കാവടികളും അണിനിരന്നു. മേളത്തിന്റെ അകമ്പടിയിൽ കാഴ്ചശീവേലിയും ഒരുക്കി. കല്ലൂർ ബാലകൃഷ്ണൻ നായരും സംഘവും ഭക്തിഗാനസുധ അവതരിപ്പിച്ചു. വിവിധ കലാപരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. ക്ഷേത്രം തന്ത്രി TS വിജയൻ കാരുമാത്ര, മേൽശാന്തി അനൂപ് ചോച്ചേരിക്കുന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികനായി. രക്ഷാധികാരി മനോഹരൻ കല്ലിങ്ങപ്പുറം, ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ ചന്ദ്രൻ പെരിയാങ്കുളങ്ങര, ബൈജു പുതുപ്പള്ളി, മോഹനൻ വട്ടപ്പള്ളി, രമ ആറ്റുപുറത്ത്, നിശാന്ത് കണിയാമ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. കാവടിയാട്ടവും മേളവും ആസ്വദിച്ച് ആലങ്ങാട് ശങ്കര UP സ്കൂളിലെ വിദ്യാർത്ഥികൾ കല്ലൂർ വീട്ടുകുന്ന് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രം മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന കാവടിയാട്ടവും മേളവും പഠനത്തിരക്കിലായ കുരുന്നുകൾക്ക് ആസ്വദിക്കാനായി സ്കൂൾ ഗ്രൗണ്ടിൽ എത്തുകയായിരുന്നു. നാദസ്വരവും ശിങ്കാരിമേളവും കാവടിയാട്ടവും ഒക്കെ സ്കൂളിൽ എത്തിയപ്പോൾ കുട്ടികളും ആവേശത്തിലായി. മേളത്തിനൊത്ത് ചുവടുവെച്ചും താളം പിടിച്ചുമൊക്കെ കുട്ടികൾ ഗംഭീരമായി തന്നെ ഉത്സവം ആഘോഷിച്ചു. ആലങ്ങാട് അയ്യപ്പ സമുദായമാണ് കുട്ടികൾക്ക് ലൈവായി മേളവും വർണ്ണക്കാഴ്ചയും ആസ്വദിക്കാൻ അവസരമൊരുക്കിയത്. തുടർച്ചയായ 16 മണിക്കൂറോളം മുടിയാട്ടവും കാളകളിയുമായി നൂറുകണക്കിന് ഭക്തർ കലിക്കൽ മുത്തിയുടെ തിരുനടയിൽ ഒത്തുചേർന്നു. കോടാലിക്കടുത്തുള്ള മാങ്കുറ്റിപ്പാടം ശ്രീ കലിക്കൽ മുത്തിയുടെ നടയിലാണ് നൂറുകണക്കിന് വരുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങിയ ഭക്തർ ദേവപ്രീതിക്കായി ചുവടുവെച്ചത്. 100 വർഷത്തിലേറെ മുടങ്ങാതെ നടന്നുവരുന്നതാണ് മാങ്കുറ്റിപ്പാടത്തെ കലിക്കൽ മുക്തിയുടെ മഹോത്സവം. ഇവിടുത്തെ ആഘോഷ ചടങ്ങുകൾ എല്ലാ വർഷവും മകരം 15-നാണ്. തുറന്ന സ്ഥലത്തുള്ള ഇവിടുത്തെ മുത്തിയുടെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ വാളും ചിലമ്പും സമർപ്പിക്കലാണ് പ്രധാന വഴിപാട്. പട്ടും താലിയും ചാർത്തൽ, കള്ള് മുറുക്കാൻ സമർപ്പിക്കൽ എന്നിവയും ഇവിടുത്തെ വഴിപാടുകളാണ്. വൈകുന്നേരം നടക്കുന്ന എഴുന്നള്ളിപ്പോടെയാണ് കലിക്കൽ മുത്തിയുടെ മഹോത്സവം തുടങ്ങുന്നത്. പന്തീരാഴി, പൊങ്കാല എന്നീ ചടങ്ങുകൾക്ക് ശേഷം ആരംഭിക്കുന്ന മുടിയാട്ടവും കാളകളിയും പിറ്റേ ദിവസം ഉച്ചവരെ നീളും.
ചെണ്ടയുടെ താളത്തിനൊത്ത് സ്ത്രീകളും പെൺകുട്ടികളും മണിക്കൂറുകളോളം മുത്തിയുടെ പ്രീതിക്കായി മുടിയഴിച്ചാടുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. കെ സുബിരൻ, ടി എസ് സനോജ്, IC അയ്യപ്പൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇത്തവണ ചടങ്ങുകൾ നടന്നത്. വെള്ളിക്കുളങ്ങര കൊടുങ്ങ സെയിന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിലെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കൃപാഗ്നി 2024 എന്ന പേരിൽ മലയോര സായാഹ്ന ബൈബിൾ കൺവെൻഷൻ നടത്തുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 5:30 കൊടകര ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്യും. 5 ദിവസം നീണ്ടു നിൽക്കുന്ന കൺവെൻഷൻ ഫെബ്രുവരി 5 സമാപിക്കും. സമാപന സമ്മേളനം രാത്രി 9:30 ഇരിഞ്ഞാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരി, കൺവീനർ റിജോ പോൾ, ജോയിന്റ് കൺവീനർ വത്സ പരപ്പൻ, കൈക്കാരന്മാരായ സജി പുത്തൻപുരയിൽ, ജെയ്സൺ വടക്കുംചേരി എന്നിവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പറപ്പൂക്കര പഞ്ചായത്ത് യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം ബുധനാഴ്ച നടത്തും. നെല്ലായി പറപ്പൂക്കര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ രാവിലെ 10 നടക്കുന്ന പരിപാടി പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്യും. കേരള കോൺഗ്രസ് എം മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻമന്ത്രി KM മാണിയുടെ 91ാമത് ജന്മദിനം കാരുണ്യ ദിനമായി മാങ്കുറ്റിപ്പാടം തപസ്യ പുനരധിവാസ കേന്ദ്രത്തിൽ ആചരിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. KCM മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ജോസി മാണി അധ്യക്ഷനായി. വാർഡ് അംഗങ്ങളായ NP അഭിലാഷ്, ശിവരാമൻ പോതിയിൽ, സുമിത ഗിരി, തപസ്യ ഡയറക്ടർ ജോൺ മാത്യു, ബോർഡ് അംഗം KD അപ്പച്ചൻ, കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി മാത്യു, മറ്റത്തൂർ മണ്ഡലം സെക്രട്ടറി OP ജോണി, CV വർഗീസ് എന്നിവർ സംസാരിച്ചു. കേരള കോൺഗ്രസ് എം തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻമന്ത്രി KM മാണിയുടെ 91ാമത് ജന്മദിനം കാരുണ്യ ദിനമായി കല്ലൂർ അസീസി കേന്ദ്രത്തിൽ ആചരിച്ചു. അസീസി ഡയറക്ടർ ബ്രദർ ജോയ് കാരുണ്യ ദിനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MP മേജർ അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ മേരി കാരുണ്യദിന സന്ദേശം നൽകി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് താലേക്കാടൻ മുഖ്യപ്രഭാഷണം നടത്തി. നിയോജകമണ്ഡലം ഓഫീസ് ഇൻചാർജ് ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് പോൾ, ബെന്നി സൈമൺ, ബെന്നി കോനമാക്കൽ, ജോർജ് കുണ്ടുകുളം, ആൽഡ്രിൻ മഞ്ഞളി, സ്റ്റെനിൽ ബെന്നി എന്നിവർ സംസാരിച്ചു. NHMEF CITU കൊടകര ഏരിയ കമ്മിറ്റി രൂപീകരണ യോഗം പുതുക്കാട് ചേർന്നു. CITU കൊടകര ഏരിയ സെക്രട്ടറിയുടെ ചുമതലയുള്ള PC ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. ഷാരിൻ എലിസബത്ത് അധ്യക്ഷയായി. MK അശോകൻ, CN വിദ്യാധരൻ, CT സബിത, അനീറ്റ സണ്ണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഭാരവാഹികൾക്കുള്ള തെരഞ്ഞെടുപ്പും നടത്തി. EM അജിത് രാജിനെ പ്രസിഡന്റായും ഷാരിൻ എലിസബത്തിനെ സെക്രട്ടറിയായും CT സബിതയെ ട്രഷററായും തെരഞ്ഞെടുത്തു. ആശാ വർക്കേഴ്സ് യൂണിയൻ CITU കൊടകര ഏരിയ കൺവെൻഷൻ പുതുക്കാട് ചേർന്നു. CITU കൊടകര ഏരിയ പ്രസിഡന്റ് AV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മോളി ജോൺസൺ അധ്യക്ഷയായി. യൂണിയൻ ജില്ലാ സെക്രട്ടറി ശശികല ശ്രീവത്സൻ, ട്രഷറർ ഷാഹിദ അഷ്റഫ്, കൊടകര ഏരിയ സെക്രട്ടറി സുജാത ഷാജി, ശൈലജ നാരായണൻ, സുജാത ശശി എന്നിവർ സംസാരിച്ചു. വരാക്കര ഗുരുദേവ പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ IMA ബ്ലഡ് ബാങ്ക് തൃശൂരും അമല മെഡിക്കൽ കോളേജ് തൃശൂരും ചേർന്ന രക്തദാനം, കേശദാനം എന്നീ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രയോഗം പ്രസിഡന്റും സ്കൂൾ രക്ഷാധികാരിയുമായ KV സുരേഷ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ MI സുരേഷ് രക്തദാനത്തെക്കുറിച്ചുള്ള സന്ദേശം നൽകി. ഫാദർ ജെയ്സൺ മുണ്ടൻമാണി കേശദാനം നടത്തിയവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പാൾ PD സ്മിത, IMA ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ NG രാധാകൃഷ്ണൻ, സെക്രട്ടറി AM സുകുമാരൻ, ട്രഷറർ CK രാജൻ, വൈസ് പ്രിൻസിപ്പാൾ M ദിവ്യ, പ്രധാനാധ്യാപിക OU സുജാത, മാതൃസമിതി പ്രസിഡന്റ് സ്നേഹ സിനീഷ്, SWC പ്രസിഡന്റ് ഷൈജു രാജൻ എന്നിവർ സന്നിഹിതരായിരുന്നു. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയായ ഐസൊലേഷൻ വാർഡിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സജിത രാജീവൻ, വാർഡംഗം സെബി കൊടിയൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ HMC അംഗങ്ങൾ, ആശുപത്രി ജീവനക്കാർ എന്നിവർ സന്നിഹിതരായി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് ചെയർമാനും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സൈമൺ T ചുങ്കത്ത് കൺവീനറുമായി തിരഞ്ഞെടുക്കപ്പെട്ട സമിതി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിവിധ ഒരുക്കങ്ങളെപ്പറ്റി ചർച്ച ചെയ്തു. ഐസൊലേഷൻ വാർഡിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 6 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. വെള്ളിക്കുളങ്ങര ലോക്കൽ കമ്മിറ്റിയുടെ സംയോജിത പച്ചക്കറി കൃഷി നടിയൽ ഉത്സവം CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗം PC ഉമേഷ് അധ്യക്ഷനായി. LC സെക്രട്ടറി PK രാജൻ, LC അംഗം UT തിലകമണി എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയായ തദ്ദേശ സമേതം അളഗപ്പ് നഗർ പഞ്ചായത്ത് തല കുട്ടികളുടെ പാർലമെന്റ് പൂക്കോട് SN UP സ്കൂളിൽ നടന്നു. പരിപാടിയിൽ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഉൾപ്പെടുന്ന 10 മുതൽ 18 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കുട്ടികൾ നയിച്ച യോഗം SN UP സ്കൂൾ വിദ്യാർത്ഥിയായ TS ദേവ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. മാതാ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയായ നിവേദ്യ അധ്യക്ഷത വഹിച്ചു.
ശിവന്യ, ആവണി പ്രിയൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ചർച്ച നടത്തി. ചോദ്യോത്തരവേളയിൽ അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജോ ജോൺ, വാർഡ് അംഗങ്ങളായ പി കെ ശേഖരൻ, വി കെ അനീഷ്, പി എസ് പ്രീജു, ജീഷ്മ രഞ്ജിത്ത് എന്നിവരുമായി കുട്ടികൾ സംബന്ധിച്ചു. പൂക്കോട് SNUP സ്കൂൾ പ്രധാന അധ്യാപിക സി കെ ബിന്ദുമോൾ, കോർഡിനേറ്റർ EP ഗീതാഞ്ജലി എന്നിവർ സന്നിഹിതരായിരുന്നു. 90കളിൽ മറ്റത്തൂരിലെ 3 മുറിയിൽ ഒരു കൂട്ടം ചേർന്ന് രൂപം നൽകിയ സഞ്ചാരികളുടെ കൂട്ടായ്മയ്ക്ക് 25 വയസ്സ് തികയുന്നു. സഹപാഠികളും സുഹൃത്തുക്കളുമായ 11 പേർ ചേർന്നാണ് 1999 യാത്രകൾക്കായി ഒരു കൂട്ടായ്മ രൂപീകരിച്ചത്. അറിയാത്ത ദേശങ്ങളിലേക്ക് കാണാത്ത കാഴ്ചകൾ തേടിയുള്ള യാത്രകൾ സംഘടിപ്പിക്കുക എന്നതായിരുന്നു ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം. ആദ്യ യാത്ര അതിരമ്പിള്ളിയിലേക്കായിരുന്നു. തുടക്കത്തിൽ പേരില്ലാതിരുന്ന കൂട്ടായ്മയ്ക്ക് 13 വർഷം മുൻപാണ് സഫാരി ക്ലബ്ബ് എന്ന് പേരിട്ടത്. ഇന്നിപ്പോൾ ഈ കൂട്ടായ്മ 25ാം വർഷത്തിലെത്തി നിൽക്കുമ്പോൾ രാജ്യത്തിനകത്തും പുറത്തുമായി 100ഓളം യാത്രകൾ ഇവർ പൂർത്തിയാക്കി കഴിഞ്ഞു. കടൽ യാത്രയും ആകാശയാത്രയും ആസ്വദിച്ച് കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിനിടെ ചരിത്രത്തിന്റെ ചിറകടി ശബ്ദവും പ്രകൃതി വിസ്മയങ്ങളുടെ മനോഹര കാഴ്ചകളും നിറഞ്ഞ ഒട്ടേറെ നാടുകൾ കണ്ടു കഴിഞ്ഞെങ്കിലും ഇവർക്ക് യാത്രകളോടുള്ള അഭിനിവേശം തെല്ലും കുറഞ്ഞിട്ടില്ല. തായ്ലൻഡിലേക്കും നേപ്പാളിലേക്കുമുള്ള യാത്രകൾക്ക് തയ്യാറെടുക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ. സർക്കാർ ഉദ്യോഗസ്ഥരും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും ബിസിനസ് രംഗത്തുള്ളവരുമെല്ലാം സഫാരി ക്ലബിലുണ്ട്. എല്ലാവരും 3 മുറിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ളവർ. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ മടങ്ങിയെത്തുന്ന സഹപാഠികളെയും സഫാരി യാത്രകളിൽ ചേർത്ത് പിടിക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നന്മയുടെ നിറവാർന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളും സഫാരി നടത്തിവരുന്നുണ്ട്. തുടക്കത്തിൽ പ്രതിവർഷം 1-2 യാത്രകൾ നടത്തിവന്ന കൂട്ടായ്മ ഇപ്പോൾ എല്ലാ വർഷവും കുറഞ്ഞത് 6 യാത്രകൾ സംഘടിപ്പിക്കുന്നു. ഇതിൽ 2 യാത്രകൾ കുടുംബാംഗങ്ങളോടൊപ്പമായിരിക്കും. കോവിഡ് കാലത്ത് മാത്രമാണ് ഇവരുടെ യാത്രകൾക്ക് നീണ്ട ഇടവേളയുണ്ടായത്. ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം യാത്രകൾ തുടരാനാണ് സഫാരിയുടെ തീരുമാനം. കണ്ട കാഴ്ചകളേക്കാൾ എത്രയോ മനോഹരമാണ് കാണാത്ത കാഴ്ചകളെന്ന് മനസ്സിലാക്കിയത്. യാത്രയെ പ്രണയിക്കാനുള്ള ഞങ്ങളുടെ ഒരു ഉത്സാഹമായി മാറി. പിന്നെ ബാല്യവും കൗമാരവും യൗവനവും കഴിഞ്ഞ് മധ്യവയസ്സിലെത്തിയിരിക്കുന്ന ഞങ്ങൾ യാത്രകൾ തുടരുകയാണ്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. തൃശൂർ GMLP ഗേൾസ് സ്കൂളിൽ LPST അധ്യാപിക തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത TTC അല്ലെങ്കിൽ DED, DLED, KTET. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഫെബ്രുവരി 1 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടത്തുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. എറണാകുളത്ത് കേന്ദ്ര അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ സെയിൽസ്മാൻ തസ്തികയിൽ ST വിഭാഗത്തിന് സംവരണം ചെയ്ത ഒരു സ്ഥിരം ഒഴിവുണ്ട്. സുവോളജി, ഫിഷറി സയൻസ്, ഹോം സയൻസ് എന്നിവയിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത ബിരുദം അല്ലെങ്കിൽ VHSC ഫിഷ് പ്രോസസിംഗ് ടെക്നോളജി, കൂടാതെ ഫിഷ് മാർക്കറ്റിംഗ് ആൻഡ് കാറ്ററിംഗ് മേഖലയിൽ 2 വർഷത്തിൽ കുറയാത്ത തൊഴിൽ പരിചയം എന്നിവ ഉണ്ടായിരിക്കണം. പ്രായപരിധി 18 വയസ്സിനും 27 വയസ്സിനും മധ്യേ. താൽപര്യമുള്ളവർ ഫെബ്രുവരി 7 ബന്ധപ്പെട്ട എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0484 2312 944 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5800 രൂപയും പവന് 46,400 രൂപയും രേഖപ്പെടുത്തി. തൃക്കൂർ സർവോദയ ഗവൺമെന്റ് സ്കൂളിലെ റിട്ടയർഡ് അധ്യാപിക പൂക്കോട് ചുള്ളിക്കാട്ടിൽ കനകം അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. നാരായണൻകുട്ടിയാണ് ഭർത്താവ്. വെണ്ടൂർ കിടങ്ങൻ ജോർജ് അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ. മേരിയാണ് ഭാര്യ. ജിരീഷ്, ജിമ എന്നിവർ മക്കളും ബിൻസി, ലിജോൺ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കേബിൾ TV മേഖലയെ തകർക്കുന്ന KSEB നിലപാടിനെതിരെ ശക്തമായ സമരങ്ങൾക്ക് COA സംസ്ഥാന കമ്മിറ്റി തീരുമാനം. ജനുവരി 31 കരിദിനമായി ആചരിക്കാനും ജില്ലകൾ കേന്ദ്രീകരിച്ച് KSEB ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്താനും COA തീരുമാനിച്ചു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തോടനുബന്ധിച്ച് വിവിധയിടങ്ങളിൽ അനുസ്മരണ പരിപാടികൾ ഒരുക്കി കോൺഗ്രസ് പ്രവർത്തകർ.
എച്ചിപ്പാറ പള്ളിക്ക് സമീപം പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തി. പുലി പിടിച്ചതാണെന്ന് നാട്ടുകാർ, സ്ഥിരീകരിക്കാതെ വനം വകുപ്പ്. വൈദ്യശാലപ്പടിയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. ജില്ലാ എക്സൈസ് ആന്റി നർക്കോട്ടിക്സ് സ്പെഷ്യൽ സ്ക്വാഡിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. കല്ലൂർ വീട്ടിക്കുന്ന് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്തര മഹോത്സവം ആഘോഷിച്ചു. വർണ്ണാഭമായി കാവടിയാട്ടം. വെള്ളിക്കുളങ്ങര കൊടുങ്ങ സെയിന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയുടെ നേതൃത്വത്തിൽ കൃപാഗ്നി 2024 എന്ന പേരിൽ മലയോര സായാഹ്ന ബൈബിൾ കൺവെൻഷൻ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുൻമന്ത്രി KM മാണിയുടെ 91ാമത് ജന്മദിനം കാരുണ്യ ദിനമായി ആചരിച്ച് കേരള കോൺഗ്രസ് എം പ്രവർത്തകർ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ ദിവസവും രാത്രി 10-ന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയുന്നതിന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.